ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ കെമിസ്ട്രിയിലെ കെമിക്കൽ തെർമോഡൈനാമിക്സ് 2 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ ഹോളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും പഠിച്ചു പോവുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഫ്യൂഗാസിറ്റി എന്നാണ്. അപ്പോൾ എന്താ ഫ്യൂഗാസിറ്റി എന്ന് പറഞ്ഞാൽ, ദ ഫ്യൂഗാസിറ്റി ഈസ് എ പ്രഷർ അഡ്ജസ്റ്റഡ് ഫോർ ലാക്ക് ഓഫ് ഐഡിയാലിറ്റി ഇൻ എ റിയൽ ഗ്യാസ്. അപ്പോൾ ഒരു റിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്, കെമിക്കൽ തെർമോഡൈനാമിക്സിലൊരു ടേമാണ് എന്ത്, ഫ്യൂഗാസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഇഫ് എ ഗ്യാസ് ബിഹേവിങ് ഐഡിയലി ദ ഫ്യൂഗാസിറ്റി ഈസ് ഈക്വൽ ടു ദ പ്രഷർ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. എഫ് ഇസ് ഈക്വൽ ടു 5P വേർ 5 ഈസ് ഈക്വൽ ടു F/P. അല്ല, 5-നെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്യൂഗാസിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുക. എഫ് ആണ് എന്ത്, ഫ്യൂഗാസിറ്റി, സ്മോൾ ലെറ്റർ എഫ്. അപ്പോൾ ഫ്യൂഗാസിറ്റി എന്താണ്, ദ പ്രഷർ അഡ്ജസ്റ്റഡ് ഫോർ ലാക്ക് ഓഫ് ഐഡിയാലിറ്റി ഇൻ എ റിയൽ ഗ്യാസ്. ഒരു റിയൽ ഗ്യാസ് ഐഡിയലി ബിഹേവ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട പ്രഷർ എത്ര അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു എമൗണ്ട്, ആ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ പൊട്ടൻഷ്യൽ ടേംസിൽ പറയുകയാണെങ്കിൽ എന്ത് വരും, മ്യൂ ഇസ് ഈക്വൽ ടു μ0 പ്ലസ് RT/ln(f) എന്നാണ് പറയുക. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഫ്യൂഗാസിറ്റി ടു പ്രഷർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് റിയൽ ഗ്യാസ് എന്ന് പറയും. അടുത്തത് എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്, ഫ്യൂഗാസിറ്റി ആൻഡ് ആക്ടിവിറ്റി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ദ ആക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ എ ഗിവൻ സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഫ്യൂഗാസിറ്റി ഇൻ ദാറ്റ് സ്റ്റേറ്റ് ടു ഇറ്റ്സ് ഫ്യൂഗാസിറ്റി ഇൻ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിലുള്ള ഫിഗാസിറ്റിയും അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ഫിഗാസിറ്റിയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്ടിവിറ്റി എന്ന് പറയുക. ഇതൊരു കെമിക്കൽ തെർമോഡൈനാമിക് ടേമാണ്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു F/F0. എഫ് എന്ന് പറഞ്ഞാൽ ഫിഗാസിറ്റി അറ്റ് കറണ്ട് സ്റ്റേറ്റ് ആൻഡ് F0 ഇസ് ഈക്വൽ ടു എന്താണ്, ഫിഗാസിറ്റി അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അപ്പോൾ അതിന് നമ്മൾ ഒരു കോഎഫിഷ്യൻ്റ് എ ഇസ് ഈക്വൽ ടു ρP, റോ അല്ല, ഫ്രീക്വൻസിൻ്റെ ടേമാണത്, µP. ന്യൂ നമ്മൾ എന്തിനാ പറയുക, ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതിനെ നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു μ0 RT/ln A എന്ന് പറയും. നമ്മൾ μ0 RT/ln(f) എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആക്ടിവിറ്റി ആയതുകൊണ്ട് μ0 RT/ln A എന്നാണ് പറയുക. നെക്സ്റ്റ് എന്താണ് നേഴ്സ്റ്റ് ഹീറ്റ് തിയറം എന്നാണ് അടുത്ത് പറയുന്നത്. നേഴ്സ്റ്റ് ഹീറ്റ് തിയറം നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്, ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അതേപോലെ ഒന്ന് എഴുതാം. എന്താണ്, ദ വാല്യൂ ഓഫ് ഡോ/ഡോട്ടി ഓഫ് ΔG അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അപ്രോച്ചസ് ടു 0. അതായത് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി 0 ആവുന്ന സമയം, ചേഞ്ച് ഇൻ ഗിബ്സ് എനർജിയാണ് ഡോ/ഡോട്ടി ഓഫ് ΔG എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എന്താണ്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എപ്പോഴാണോ 0 ആവുന്നത് അസിംപ്റ്റോട്ടിക്കലി ആസ് ദ ടെമ്പറേച്ചർ ഈസ് ലോവേഡ്, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജിയുടെ ഡെറിവേറ്റീവ് എപ്പോഴാണോ 0 ആയിട്ട് മാറുന്നത് ആൻഡ് ടുവേർഡ്സ് ആബ്സലൂട്ട് 0 ഈസ് ലോവർ ടുവേർഡ്സ് ആബ്സലൂട്ട് 0, അതിനെയാണ് നമ്മൾ എന്താ പറയുക, നേഴ്സ്റ്റ് ഹീറ്റ് തിയറം എന്ന് പറയാം. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ എസ് നേഴ്സ്റ്റ് ഹീറ്റ് തിയറം. അതായത് ലിമിറ്റ് T tends to 0 ഡോ/ഡോട്ടി ഓഫ് ΔG at constant pressure is equal to limit T tends to 0 ഡോ/ഡോട്ടി ഓഫ് ΔH at constant pressure equal to 0. അപ്പോൾ ഈ കേസിൽ വരുന്ന സമയത്ത് എന്താണ്, അവിടെ എൻട്രോപ്പി എന്ത് വരും, മൈനസാണ് വരിക. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ എന്താണ് തേർഡ് ലോ, നമ്മൾ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതുപോലെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ കെമിക്കൽ തെർമോഡൈനാമിക്സ് 1 എന്ന് പറഞ്ഞ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ എന്താ തേർഡ് ലോയിൽ പറയുന്നത്, അറ്റ് ആബ്സലൂട്ട് 0 ദ എൻട്രോപ്പി ഓഫ് എവരി പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് 0.
ആബ്സലൂട്ട് സീറോയിൽ എൻട്രോപ്പി ഓഫ് എവരി പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് സീറോ. അതായത് എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും എൻട്രോപ്പി എന്തായിരിക്കും? ആബ്സലൂട്ട് സീറോ ആയിരിക്കും. അറ്റ് ആബ്സലൂട്ട് സീറോയിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ എൻ്റെ വർക്കിംഗ് ഫോം ഓഫ് തേർഡ് ലോൻ്റെ വർക്കിംഗ് ഫോം. നമ്മൾ സെക്കൻഡ് ലോന് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ട പോലെ തേർഡ് ലോന് എന്തുണ്ട്? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സോടെ ഉണ്ടാവും. അപ്പോൾ തേർഡ് ലോൻ്റെ വർക്കിംഗ് ഫോം എങ്ങനെയാണ്? എവറി സബ്സ്റ്റൻസ് ഹാസ് എ ഫൈനൈറ്റ് പോസിറ്റീവ് എൻട്രോപ്പി ബട്ട് അറ്റ് absolute zero of temperature the entropy of every substance may become zero and it does not become in the case of a perfect crystalline substance. അപ്പോൾ എല്ലാവർക്കും എന്താണ്? ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് എൻട്രോപ്പി ഉണ്ട്. ബട്ട് ആബ്സല്യൂട്ട് സീറോ കണ്ടീഷൻസിൽ എല്ലാത്തിൻ്റെയും എൻട്രോപ്പി എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. പക്ഷേ അത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ മാത്രം എന്താണ്? ഡിഫർ ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് തേർഡ് ലോ റിഫ്ലക്റ്റിംഗ് അൺഅറ്റൈനബിലിറ്റി ഓഫ് ആബ്സലൂട്ട് സീറോനെ കാണിക്കുന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അറ്റൈൻ ആബ്സലൂട്ട് സീറോ ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻ. അതിൻ്റെ പ്രൂഫ് നമ്മൾ താഴത്ത് പറയുന്നുണ്ട്. ഡി എസ് ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി ടി ബൈ ടി ആൻഡ് ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു സി പി ബൈ ടി. ലിമിറ്റ് ടി ടെൻസ് ടു സീറോ dou S by dou T at constant pressure is equal to limit T tends to 0 Cp by T which is equal to infinity. അപ്പോൾ അവിടെ ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് ആ വാല്യൂ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അറ്റൈൻ ആബ്സലൂട്ട് സീറോ ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻ ആകുമ്പോൾ നമുക്ക് എന്താണ്? കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റി നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എന്താണ് അവിടെ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ? ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ സിസ്റ്റം ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഹൂസ് വാല്യൂസ് ഹാവ് ടു ബി സ്പെസിഫൈഡ് ഫോർ എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യണം വെച്ചെങ്കിൽ എന്താണ്? നമ്മൾ എന്തായാലും കൊടുത്തിരിക്കേണ്ട ഒരു വാക്കാണ് എന്ത്? ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. ഇറ്റ് എന്താണ്? അതിലുള്ള ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി എന്താണ് മൈക്രോ സിസ്റ്റംസ് ആൻഡ് മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The thermodynamic state of a large macroscopic system is commonly referred as a macro state. ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനാണ് നമ്മൾ എന്താ പറയുക? മാക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. In order to understand the macro state, one method adopted in statistical thermodynamics is to separate the macroscopic system into minuscule or microscopic parts. These parts are called microsystems. അപ്പോൾ മൈക്രോ സ്റ്റേറ്റും മൈക്രോ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ മൈക്രോ സ്റ്റേറ്റിലേക്ക് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പറയുന്നത് മാക്രോ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. മാക്രോ തന്നെയാണ് നമ്മൾ മൈക്രോൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു മാക്രോ സ്റ്റേറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിന് നമ്മൾ ഓരോ മിനിസ്ക്യൂൾസ് അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് പാർട്സ് ആയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈക്രോ സിസ്റ്റംസ് എന്ന് പറയാം. വിത്തിൻ എ macro system there are a huge number of different microsystems and each microsystem may have different individual microstate represented by its volume, pressure and temperature. അപ്പോൾ ഒരു മാക്രോ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ ഒരു ആറ്റോ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെയൊക്കെ ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒരുപാട് സിമ്പിൾ മിനിസ്ക്യൂൾസ് അല്ലെങ്കിൽ ഓരോ മൈക്രോസ്കോപ്പിക് പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അങ്ങനത്തെ ഒരു മൈക്രോസ്കോപ്പിക് പാർട്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്താ പറയുക? മൈക്രോ സിസ്റ്റം എന്ന് പറയാം. അതിൻ്റെ ഓരോ മൈക്രോ സിസ്റ്റത്തിലും എന്തുണ്ടായിരിക്കും? ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. ആ മൈക്രോ സ്റ്റേറ്റുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? അത് വോളിയത്തിൻ്റെ, പ്രഷറിൻ്റെ, ടെമ്പറേച്ചറിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും.